Hello students, welcome to Resolute Academy. ഇന്ന് നമ്മൾ 8th February 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. കുറേ ഇമ്പോർട്ടൻറ്റ് ഡിഫൻസ് സെക്ടറിലായാലും സ്പോർട്സിൻ്റെ ആയാലും ഒളിമ്പിക്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ റിവിഷൻ സെക്ഷനും കാര്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് എനി ഡിലേ. ഫസ്റ്റ് ന്യൂസ് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇനിഷ്യേറ്റീവ്? നമ്മൾ ആയുഷ് ഈസ് ബീങ് ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ന്യൂ എയിംസ് സേസ് സെന്റർ. ഓക്കെ, അപ്പോൾ ആയുഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആയുർവേദ, യോഗ, യുനാനി. ഞാൻ ഇത് ഇന്നലെ പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു മിനിസ്ട്രി നമുക്ക് അറിഞ്ഞെടുക്കണം. ആയുഷിന്റെ മിനിസ്ട്രി അല്ലേ. ആയുഷ് അവിടെ പോയി. ആയുഷ്. ഓക്കെ, ആയുഷ് എന്ന് എഴുതുകയാണെങ്കിൽ ആയുഷ്. ഓക്കെ, ആയുഷിൽ വരണമെന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ, യുനാനി, പിന്നെ സോങ്പ, റിക്പ, പിന്നെ അതുകൂടാതെ നമ്മൾ എന്താണ് പറയണ, നാച്ചുറോപ്പത്തി, ഹോമിയോപ്പത്തി, ഇതൊക്കെ എല്ലാം എന്താണ് ആയുഷിൽ വരുന്നതാണ്. അപ്പോൾ ഇത് യാത് മിനിസ്ട്രി അണ്ടറിൽ വരുമെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ആയുഷ് ഉണ്ട്. അതിൻ്റെ ഇൻചാർജ് ആരാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സർബാനന്ദ് സോനോവാൾ. സർബാനന്ദ് സോനോവാൾ. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരനാണ് മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് മിനിസ്ട്രി ഓഫ് ആയുഷ്. പുള്ളിക്കാരൻ മിനിസ്ട്രി ഓഫ് ആയുഷ് മാത്രമല്ല, വേറെ ഒരു മിനിസ്ട്രി ഇൻചാർജ് ആണ്. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്, പോർട്ട് ആൻഡ് വാട്ടർവേസ്. ഓക്കെ, ഇതിൻ്റെയും ഇൻചാർജ് ആണ് ആര്? സർബാനന്ദ് സോനോവാൾ. ഓക്കെ, ഇത്തരം കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തത് നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എയിംസ് നിങ്ങൾക്ക് അറിയാം എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെന്താണ് അലോപ്പത്തി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ളത് മെയിനായിട്ട് അതിൻ്റെ കുറിച്ച് ഫോക്കസ്ഡ് ആണ്. ബട്ട് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ആയുഷിൻ്റെ ഫെസിലിറ്റീസും അതിൻ്റെ വിസിനിറ്റിയിൽ ഉണ്ടാവണം. ഞാൻ അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ ക്യാമ്പസിനകത്ത് എവിടെയെങ്കിലും ആയുഷിൻ്റെ ഫെസിലിറ്റി, ദാറ്റ് ഈസ് ആയുർവേദ, യോഗ, ഇതിൻ്റെ എല്ലാം ഫെസിലിറ്റീസും അതിൻ്റെ അടുത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു രാജ്യസഭയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, രാജ്യസഭയിൽ സ്റ്റാർഡ്, അൺസ്റ്റാർഡ് എന്നിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ റിട്ടൺ റിപ്ലൈ കൊടുത്തതാണ് ഇങ്ങനെ എയിംസ് നമ്മളെ എവിടത്തെയാണ് പുതിയ എയിംസിൽ അവർ ഇങ്ങനത്തെ സംഭവം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ന്യൂ എയിംസ് ഒക്കെ ബിൽഡ് ചെയ്യണതിൽ എല്ലാത്തിലും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സെൻറ്റർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആയുഷ്, മിനിസ്ട്രി ഓഫ് ആയുഷ് ആരാണ് ഇൻചാർജ് ഉള്ളത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ വെൽനെസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എയിംസിനകത്ത്? യോഗ, സൈക്ലിംഗ്, മെഡിറ്റേഷൻ. എന്നിട്ട് ഇത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർസിലാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ബേസിക്കലി ഗുഡ് ഹെൽത്തിന് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളെ G20 സമ്മിറ്റിന് ഇന്ത്യയാണ് പ്രിസൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഡിസംബറിൽ അത് മാറി, എന്നിട്ട് അത് ബ്രസീലിൻ്റെ കയ്യിൽ പോയി. പക്ഷേ ഇപ്പോൾ അതിനു മുമ്പ് ഇന്ത്യ ഒരു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അഗ്രിമെന്റ്. എന്താണ്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോറിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് പാർട്ടിസിപ്പൻറ്റ് കൺട്രീസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇന്ത്യ, US, സൗദി അറേബ്യ, UAE, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഫ്രാൻസ്, എന്നിട്ട് ജർമ്മനി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ പാർട്ടിസിപ്പൻറ്റ് കൺട്രീസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ബട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. എന്താണ് ആ കോഡ് എന്ന് പറഞ്ഞാൽ? ഐ ഫൗണ്ട് ജർമ്മനി യൂസ് IMAC യൂട്ടൻസിൽസ്. ഓക്കെ, യൂട്ടൻസിൽസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ, ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഫൗണ്ടിൽ F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാൻസ്. ഓക്കെ, ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനി തന്നെയാണ്. യൂസിൽ U എന്ന് പറഞ്ഞാൽ എന്താണ്? USA. S എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൗദി അറേബ്യ. E എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, IMAC എന്ന് പറഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ. ഓക്കെ, എന്നിട്ട് പിന്നെ യൂട്ടൻസിൽസ്. U എന്ന് പറയുമ്പോൾ നമ്മൾ അഗൈൻ എന്താണ്? UAE ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡ്, ഷോർട്ട് കോഡ്. അത് നമ്മൾ നിമോണിക്സ് എന്ന് പറയും. ഇത് നമ്മളിപ്പോൾ ഫോം ചെയ്തതാണ്. അന്ന് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ എന്താണ് IMACന് പാർട്ടിസിപ്പൻറ്റ് കൺട്രീസ് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഐ ഫൗണ്ട് ജർമ്മനി യൂസ് IMAC യൂട്ടൻസിൽ എന്ന് പറഞ്ഞ് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇന്ത്യ, ഫ്രാൻസ്, ജർമ്മനി, US, സൗദി, എന്നിട്ട് പിന്നെ യൂറോപ്യൻ യൂണിയന്, എന്നിട്ട് ലാസ്റ്റിൽ IMAC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ ഇക്കണോമിക് കോറിഡോർ, എന്നിട്ട് ലാസ്റ്റിൽ വന്നിട്ട് U ഫോർ UAE. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോർട്ട് എന്താണ് പറയണത്, നിങ്ങൾക്ക് നിമോണിക്സ് എന്ന് പറയാം, ഓർമ്മിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ പാർട്ടിസിപ്പൻറ്റ് കൺട്രീസ് നമ്മൾ പഠിച്ച് ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, അതാണ് നമ്മൾ പഠിച്ചത്. അടുത്ത് നമ്മൾ അറിയണം ഏതൊക്കെ അതിൽ
സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സെക്ഷൻ ഉണ്ട്, ഇന്ത്യ ടു അറേബ്യൻ ഗൾഫിലുള്ളത്. പിന്നെ അടുത്ത് നോർത്തേൺ സെക്ഷൻ ഉണ്ട്, ഗൾഫ് ടു യൂറോപ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യ ഇവിടെ നിന്ന് ഇന്ത്യയിൽ 3 പോർട്സിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മുണ്ട്ര, കണ്ട്ല, എന്നിട്ട് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഓക്കെ, കണ്ട്ല ഇവിടെയൊക്കെ തന്നെയാണ്. ഇത് 2 പോർട്ട് ഇവിടെയാണ്. മുണ്ട്ര ആണ് ഗുജറാത്തിലുള്ള. ഈ പോർട്ടിൽ നിന്ന് ഇവിടെ പോകും ഗൾഫ് റീജിയനിൽ, അതാണ് ഈസ്റ്റേൺ കോറിഡോർ. ഓക്കെ, ഈസ്റ്റേൺ കോറിഡോർ എന്ന് കയറിയിട്ട് അവരെന്താണ് നോർത്ത് ഗൾഫ് ടു എവിടെ പോകും? യൂറോപ്പിൽ. ഓക്കെ, അതാണ് അടുത്ത കോറിഡോർ. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഫുജിറ, ജബൽ അലി, അബുദാബി, എന്നിട്ട് ദമാം, റാസ് അൽ ഖൈർ, ഇങ്ങനത്തെ പോർട്സ് ഉണ്ട്. പിന്നെ അടുത്ത യൂറോപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇത് മർസലീസ്, ഇത് ഫ്രാൻസിലാണ്. മെസ്സിന, പിന്നെ പെരിയസ്. ഓക്കെ, ഇത് ജർമ്മനിയിലുള്ള ഒരു പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ട്രാവൽ ചെയ്യാൻ പോണത്. ഇതൊരു ഇക്കണോമിക് കോറിഡോർ ആണ്. ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയും യൂറോപ്പും ഈ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഈ മാപ്പിന്റെ ത്രൂ നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ റീജിയൻ എന്താണ്? ഹോട്ട് ബെഡ് ഓഫ് ഇപ്പം ഇഷ്യൂസ് ആണ്. ഹോട്ട് ബെഡ്, ഇത് ട്രേഡ് നടക്കുന്ന, ഇത് നമ്മൾ സ്വിസ് കനാൽ പോണ റൂട്ടാണ്. ബട്ട് ഇവിടെ എന്താണ്? ഇത് റെഡ് സീ. അവിടെ ഇപ്പോൾ ഇഷ്യൂസ് നടക്കുകയാണ്. ഞാൻ ഇത് കഴിഞ്ഞ പഴയ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴത് അറിഞ്ഞിരിക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അത്രയാണ് ഈ ന്യൂസിലുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മോഡൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെ ബിൽഡ് ചെയ്യും? റെയിൽ, ഷിപ്പ് ടു റെയിൽ, റോഡ്, ഇലക്ട്രിസിറ്റി കേബിൾ, ഹൈഡ്രോജൻ പൈപ്പ് ലൈനും ഉണ്ട്. പിന്നെ ഹൈ സ്പീഡ് ഡേറ്റ കേബിൾസും ഇതിൽ ബിൽഡ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഇസ് നോട്ട് എ പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ IMEC പ്രോജക്റ്റ്? അപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം നമ്മൾ പഠിച്ച കാര്യത്തിൽ എന്താണ്? ഐ ഫൗണ്ട് ജർമ്മനി യൂസ് എന്താണ്? യാത് IMEC യൂട്ടൻസിൽസ്. അതിൽ സൗദി അറേബ്യ ഉണ്ട്, യൂസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ജർമ്മനി ഉണ്ട്, UAE ഉണ്ട്, പക്ഷെ ചൈന ഇല്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് പബ്ലിക് എക്സാമിനേഷൻസിന് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. കുറച്ചു കാലം മുമ്പ് വേറൊരു സ്റ്റേറ്റ് ബീഹാർ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇങ്ങനത്തെ ഒരു എക്സാമിനേഷന് ഫ്രോഡിന് വലിയ പണിഷ്മെന്റ്സ് 10 വർഷം വരെ ഡിബാർ ചെയ്യും, പിന്നെ 3 വർഷം ജയിൽ ശിക്ഷ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. അതേപോലെ ലോക്സഭയും അങ്ങനത്തെ ഒരു ബിൽ പാസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താണ്? പല ആസ്പെക്ട്സും കവർ ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ആസ്പിറന്റ് കോപ്പി അടിക്കുന്നതും ഓർഗനൈസ്ഡ് കോപ്പി അടിപ്പിക്കുന്നതും, പിന്നെ ആ ആ സെന്ററിലാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യണം. ആ സെന്റർ അഥവാ എയ്ഡ് ചെയ്യാണ് അവരെ അറിവോടെ കോപ്പി അടക്കുകയാണെങ്കിൽ അതിനും പണിഷ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും അവർ ഓർഗനൈസ് ചെയ്തിട്ട് അവർ പ്ലാൻ ചെയ്ത് വേറെ കുറേ ആൾക്കാരെ ലിങ്ക് ചെയ്തിട്ടാണ് കോപ്പി അടിക്കണമെങ്കിൽ അതിലും വേറെ പണിഷ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 ഫെബ്രുവരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ട് ആയിട്ടില്ല, ആക്ട് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രിവെന്റ് അൺഫെയർ മീൻസ് ഇൻ പബ്ലിക് എക്സാമിനേഷൻ, അതാണ് അതിന്റെ പ്രൈമറി ഗോൾ. പബ്ലിക് എക്സാമിനേഷന് എന്താണ്? ഈ കോപ്പി അടിക്കുന്നത് നിർത്തുക. എന്നിട്ട് ഇതിൽ ക്രബ് ലീഗ്സ്, മാൽ പ്രാക്ടീസസ്, ഓർഗനൈസ്ഡ് മാൽ പ്രാക്ടീസ്, ഞാൻ പറഞ്ഞില്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് നിർത്തുക. ഇതിൽ മാക്സിമം 10 years പ്രിസൺ സെന്റൻസ് ഉണ്ട്. 5 വർഷം മിനിമം ആണ്. ഫൈൻ അപ് ടു 1 crore, 1 കോടി രൂപ വരെ ഫൈൻ കൊടുക്കും. ഇത് നമ്മൾ ഈ ഓർഗനൈസ്ഡ് ചീറ്റിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 1 കോടി രൂപ ഫൈൻ ഉണ്ട്. റിക്കവറി ഓഫ് പ്രൊപ്പോർഷനേറ്റ് എക്സാം കോസ്റ്റ് ഫ്രം സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് നമ്മളെ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോളേജിലാണ് നടത്തിയത്. ഓക്കെ, ആ കോളേജിന് അതിൽ റോളുണ്ട്, അവർക്ക് പ്രൂവ് ആവേണം. ആ കോളേജിന് റോളുണ്ട് ഇത് കോപ്പി അടിക്കണം. എന്നാൽ ആ സെന്ററിന്റെ അടുത്ത് എക്സ്പെൻസ് ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ മൊത്തം ആ കോളേജ് പേ ചെയ്യേണ്ടി വരും. അതാണ് അവിടുത്തെ അടുത്ത കാര്യം. ഫൈൻ അപ് ടു $120,000 എന്ന് വെച്ചാൽ 1 crore rupees ആണ്. അതാണ് വീണ്ടും പറഞ്ഞത്. ഓക്കെ, ബാർ ഓൺ സർവീസ് പ്രൊവൈഡേഴ്സ് ഫ്രം കണ്ടക്ടിങ് പബ്ലിക് എക്സാം ഫോർ 4 years. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോപ്പി അടിക്കുക എയ്ഡ് ചെയ്തെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ 4 വർഷത്തേക്ക് ബാൻ ചെയ്യും. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ഒരിക്കലും ആ 4 വർഷം വരെ എക്സാം നടത്താൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ, എക്സാം സെന്റർ. ഓക്കെ, അടുത്ത് മാക്സിമം 3 to 5 years ഇംപ്രിസൺമെന്റ് ഫോർ ചീറ്റിംഗ്. ഇത് ഇൻഡിവിജ്വൽസ് കോപ്പി അടിക്കുന്ന ഇൻഡിവിജ്വൽസിനെ പിടിച്ചാൽ 3 തൊട്ട് 5 വർഷം വരെ എന്താണ് ഇംപ്രിസൺമെന്റ് കിട്ടുമെന്നാണ് അതിന്റെ റൂൾസ്. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. ഇപ്പം ബില്ലാണ്, ആക്ട് ആയിട്ടില്ല. ആക്ട് ആകുമ്പോൾ നമുക്ക് അതിന്റെ എക്സാക്ട് ഇതൊക്കെ പഠിക്കാം. അതുകൊണ്ട് ഞാൻ ഇത് ഓവറോൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് 2023 അത് ഫോഴ്സിൽ വന്നു കഴിഞ്ഞു. ഫെബ്രുവരി ഈ മാസം 5-ാം തീയതിക്കോ 6-ാം തീയതിക്കോ അത് ഫോഴ്സിൽ വന്നു കഴിഞ്ഞു. അപ്പോഴേ അതിൻ്റെ കുറിച്ച് അറിയണം. ഇതിലെന്ന് പറഞ്ഞാൽ ബേസിക്കലി വേറെ ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച്, നമുക്കറിയാം യാതൊരു സയൻസ് ആൻഡ് ടെക്നോളജിയോ യാതൊരു ഫീൽഡിലെടുത്താലും റിസർച്ച് ഒരു പ്രൈമറി
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ റിസർച്ച് ഇല്ലാത്ത ഫീൽഡിൽ നമ്മളൊരു എന്താണ് പറയുക, ഒരു ഏരിയ, ഏതെങ്കിലും ഒരു ഏരിയ ബയോടെക്നോളജി പഠിച്ചു, അവിടെ റിസർച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവില്ല. വെറും അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത് മെയിൻ പ്രയോറിറ്റി ആയിരിക്കരുത്. റിസർച്ചിൽ നല്ല ഫണ്ടിങ്ങും പിന്നെ അതിന് ഫോക്കസും കൊടുക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ANRF, ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ഈ ആക്ട് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ 2023 ഓക്കെ. ആ 23 ആക്ട് ആണ്. അത് ഫോഴ്സിൽ വന്നത് 2024 അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ സ്കീമിൻ്റെ അണ്ടറിൽ 1 കോടി രൂപ വരെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. 1 ലക്ഷം കോടി രൂപ വരെ ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, 1 lakh crores ബഡ്ജറ്റ് ഉണ്ട് ഈ റിസർച്ചിന് വേണ്ടി. ഫോക്കസ് ഓൺ പുഷിംഗ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്. ഇതാണ് അവരുടെ പ്രൈമറി ഫോക്കസ്. ഓക്കെ, പുഷിംഗ് എന്താണ്, ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്. അത് ചെയ്യാനാണ് അവർ ഈ 1 കോടി രൂപ വരെ ബഡ്ജറ്റ് വെച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത കീ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുക്കും 50 വർഷം വരെ ഉള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസും അവർ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻട്രീം CEO ആയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് അറിഞ്ഞിരിക്കണം, അഭയ് കറാണ്ടിക്കർ ആണ് ഇൻട്രീം CEO. പുള്ളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെക്രട്ടറി ആണ്. നമ്മൾ അപ്പോയിന്റ് ആയത് 2023 ഒക്ടോബർ 2023. ഞാൻ റീസെന്റ് അപ്പോയിന്റ്മെന്റും കൂടെയാണ്. അപ്പോൾ അത് പഠിച്ചേക്കണം. ഈ ഒരു ANRFന്റെ എന്താണ് ഇൻട്രീം CEO ആരാണെന്ന് ചോദിച്ചാൽ അഭയ് കറാണ്ടിക്കർ ആണെന്ന് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ചോദിക്കാം, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനെ അപ്പോയിന്റ് ചെയ്തത് എപ്പോഴാണ് 2023. അപ്പോൾ സക്സീഡ് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേഷ് ഗോഖലെനാണ് സക്സീഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുക്സ്, ന്യൂസിൽ വന്ന കുറച്ച് ബുക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്സ് ആൻഡ് ഓഥേഴ്സിന്റെ ഏരിയയിൽ അവർ ചോദിക്കാം. ഓക്കെ, ഔറംഗസേബ് ദ മാൻ ആൻഡ് ദ മിത്ത് എന്താണ്, ഓഥർ എഴുതിയതാണ് ഓൺഡ്രേ ട്രസ്കെ, എന്താണ് സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി പ്രൊഫസർ ആണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. പിന്നെ ആർക്കിടെക്ചർ ഓഫ് മുഗൾ ഇന്ത്യ ബൈ കാത്രീൻ എല ബൽഷാഡ് ആഷർ. ഓക്കെ, ഓഥർ ആരാണ്, കാത്രീൻ എല ബൽഷാദ് ഓഷർ. ഓക്കെ, അടുത്ത് ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ ബൈ സതീഷ് ചന്ദ്ര, ഓഥർ സതീഷ് ചന്ദ്രയാണ്. അടുത്ത് ട്രഡീഷണൽ ഡ്വെല്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ്സ് റിവ്യൂ. ഈ റിവ്യൂ എഴുതിയത് ആരാണ്, നമ്മളെ മാധുരി ദേശായി ആണ്. എന്നിട്ട് പബ്ലിഷ് ചെയ്തത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സ്റ്റഡി ഓഫ് ട്രഡീഷണൽ എൻവയൺമെന്റ്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇത് ഫാക്ച്വൽ ഡേറ്റ ആണ്. എക്സാമിന് ചോദിക്കാൻ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യണത്, ബുക്സ് ആൻഡ് ഓഥർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ബട്ട് ന്യൂസിൽ തന്നെ ബുക്ക് റിവ്യൂ അങ്ങനെയൊക്കെ കുറച്ച് സെഗ്മെന്റ്സ് വരും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്താ എടുക്കേണ്ടത്, ബുക്സ് ഒക്കെ എടുക്കേണ്ടത്. അത് കൂടാതെ പുതിയ ബുക്സ് റിലീസ് ആവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേമസ് പേഴ്സണാലിറ്റി ഒരു ബുക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻകർ ബുക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ആരെ ബുക്ക് ആയിക്കോട്ടെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യാതൊരു ബുക്കായാലും പ്രസിഡന്റ് റിലീസ് ചെയ്യാണ്, പ്രൈം മിനിസ്റ്റർ റിലീസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയൻ മിനിസ്റ്റർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ ബുക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ഫോക്കസ് വേണം. അത് കൂടാതെ എന്താണ് ഈ ബുക്ക് റിവ്യൂ ഒക്കെ വരും, നമ്മളെ ദ ഹിന്ദുവിൽ ബുക്ക് റിവ്യൂസ് വരും. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യണ 1-2 ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസിൽ റെഫറൻസിൽ പറയുന്ന ബുക്സും കൂടെ നോട്ട് ചെയ്യുക. കാരണം എക്സാമിൽ അങ്ങനത്തെ കാര്യം ചോദിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ബുക്ക് കാണുമ്പോൾ പേടിച്ചു, നിങ്ങൾക്ക് വന്നു അയ്യോ ഇതൊന്നും പഠിച്ചതല്ലല്ലോ, ഇതും പഠിപ്പിച്ചതല്ലല്ലോ എന്ന് തോന്നും. ബട്ട് ഇങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫോം ആവുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അടുത്ത് HDFC ബാങ്കിന്റെ കുറിച്ച്. ഇതെന്താണ്, നമ്മളെ ബാങ്ക് എക്സാംസിന് വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾക്ക് SSC ഉള്ളവർ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് അടുത്ത ന്യൂസിലോട്ട് പോകാം. HDFC ബാങ്ക്സ് സ്റ്റേക്ക് അക്വിസിഷൻ അപ്രൂവൽ. ഓക്കെ, HDFC ബാങ്ക് 9.5% സ്റ്റേക്ക് ഒരു 6 ലെൻഡേഴ്സിന്റെ ഇടയ്ക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആരെന്ന് പറഞ്ഞാൽ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, സർവോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, യെസ് ബാങ്ക് എന്നിട്ട് ഇൻഡ് ബാങ്ക്. ഇതിന്റെ അപ്രൂവൽ ആരാണ് കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളത്, RBI ആണ് കൊടുക്കുന്നത്. ഓക്കെ, ബാങ്ക്സിന് വേറൊരു ബാങ്കിൽ അക്വയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേക്സ് വാങ്ങണമെങ്കിൽ ആരെ അപ്രൂവൽ വേണം, RBI. ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്രൂവ്ഡ് ബൈ RBI. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് കാര്യം. വാലിഡിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് RBI ഇങ്ങനെ അക്വയർ ചെയ്യാൻ പെർമിഷൻ കൊടുക്കണം 1 വർഷത്തെ കാലാവധിയാണ്. 1 വർഷത്തിനകത്ത് അവർ അക്വയർ ചെയ്തില്ലെങ്കിൽ അത് ലാപ്സ് ആയി പോകും. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഈ അക്വയറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഇതിൽ. അടുത്ത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, വൈൽഡ് ഫയർ ഇപ്പം നടന്നിട്ടുണ്ട്. വൈൽഡ് ഫയർ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ മരിച്ചുപോയി. ഇത് നിങ്ങൾക്ക് കാണാം, ഈ പല വീടുകളും ഏരിയകളും നശിച്ചു പോയി. അപ്പോൾ ഇത് എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ ചിലിയിലാണ് നടന്നത്. ഇതെവിടെയാണ്, സൗത്ത് അമേരിക്കയിലുള്ള ഒരു കൺട്രിയാണ് ചിലി. ഓക്കെ, അതിൻ്റെ അടുത്തുള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, അതിൻ്റെ സറൗണ്ടിങ് കൺട്രീസ് ഏതാണെന്ന് വെച്ചാൽ അർജന്റീന എന്നുണ്ട്, ബൊളീവിയ ഉണ്ട്, പിന്നെ പെരു. ഓക്കെ, പിന്നെ ഈ റീജിയനിൽ പസഫിക് ഓഷൻ, പക്ഷേ ഈ റീജിയൻ വരാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെ ക്യാപിറ്റൽ എന്താണ്, സാന്റിയാഗോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഈസ് സാന്റിയാഗോ. ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആണ് ചിലിയിലെ. ഓക്കെ,
പിന്നെ പ്രസിഡന്റ് ആരാണ്? ഗാബ്രിയൽ ബോറിക്, കോണ്ടിനെന്റ് സൗത്ത് അമേരിക്ക. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ വൈൽഡ് ഫയർ നടക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. ബട്ട് എക്സാം പോയിന്റിൽ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് മോളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഇന്ത്യസ് ടാക്സ് ഔട്ട്ലുക്ക് 2024-25. അപ്പോൾ അതൊരു പ്രഡിക്ഷൻ ആണ്. 2024-25 നമ്മൾ എക്സ്പെക്ട് എന്താണ് ചെയ്യണത്? എക്സ്പെക്ടഡ് റെക്കോർഡ് ഹൈ അറ്റ് 11.7% ഇൻ 2024-25. ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞാൽ GDP, ഇപ്പം നമ്മൾ GDP സപ്പോസ് 50 ലക്ഷം കോടി രൂപയാണെങ്കിൽ ടാക്സിന്റെ അതിൽ എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ടാവും? ഓക്കെ, 50 ലക്ഷം കോടി രൂപയിൽ ടാക്സ് എത്രയാണ് ഉള്ളത് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം 5.5 ലക്ഷം കോടി രൂപയാണെങ്കിൽ അത് 11% ആണ് ടാക്സ് ഉള്ളത്, ടാക്സ് ടു GDP റേഷ്യോ വരുമ്പോൾ. ഓക്കെ, ആ രീതിയിലാണ് ഇത് പറഞ്ഞത്. ടാക്സ് ടു GDP റേഷ്യോ അവർ പറയുന്നത് 11.7% ആണ്. പിന്നെ പേഴ്സണൽ ഇൻകം ടാക്സ് ഗ്രോത്ത് 28% ഗ്രോത്ത് ഉണ്ടാവും. സോ ഫാർ ഇപ്പോൾ ഉണ്ടായി. എന്നിട്ട് എക്സ്പെക്ടഡ് ടു മോഡറേഷൻ ഓഫ് 20 to 22% ബൈ മാർച്ച് 2024. അതാണ് അവരുടെ എക്സ്പെക്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അല്ല, പക്ഷേ ഇത്രയും എക്സ്പെക്ടഡ് GDP കാര്യം പറയുന്നത്. ഇത് ഒഫീഷ്യൽ ഡേറ്റ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ഓക്കെ, അടുത്തത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ 5 സ്പൈസസ് ഫൈനലൈസ്ഡ് അറ്റ് 7th സെഷൻ ഓഫ് കോഡാക്സ് കമ്മിറ്റി ഓൺ സ്പൈസസ് ആൻഡ് കുലിനറി ഹെർബ്സ് അറ്റ് കൊച്ചി. ഓക്കെ, ഈ ഒരു CAC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, അവർ കോഡാക്സ് എന്താണ്, കമ്മീഷൻ ഫോർ കോഡാക്സ് കമ്മിറ്റിയാണ്. എന്താ അങ്ങനത്തെ ഒരു കോഡാക്സ് കമ്മിറ്റിയാണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ് അവർ ചെയ്യണത്? ബേസിക്കലി ഇവർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണ ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, അവരെന്താണ് ചെയ്യണത്? ഒരു സ്റ്റാൻഡേർഡ്, ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഇതാണ് ഹയസ്റ്റ് ക്വാളിറ്റി, പിന്നെ സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ഇത് ഡിസൈഡ് ചെയ്യണ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവരാണ് ഈ 5 സ്പൈസസിന്, ദാറ്റ് ഈസ് ഏതൊക്കെ? സ്മോൾ കാർഡമം, ടർമറിക്, ജുനിപ്പർ ബെറി, ഓൾ സ്പൈസ്, പിന്നെ സ്റ്റാർ അനീസ്. ഓക്കെ, ഇതിന് അവർ അതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ്സ് ഡിമാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എപ്പോഴാണ് 7th എഡിഷൻ ഓഫ് എന്താണ് കോഡെക്സ് കമ്മിറ്റി ഓൺ സ്പൈസ് ആൻഡ് കുലിനറി ഹെർബ്സ് എവിടെ വെച്ചാണ് നടന്നത്? അത് ചോദിക്കാം, കൊച്ചിയിൽ വെച്ച്. ഓക്കെ, ഇത് ഫെബ്രുവരി 2 വരെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴാണ് ഡീറ്റെയിൽസ് വന്നത്. കൊച്ചി, കേരള, ഹോസ്റ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്ത, കൊച്ചി, കേരളയിലാണ് നടന്നത്. ഓക്കെ, സെക്രട്ടറിയേറ്റ് സ്പൈസ് ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2013. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഈ കമ്മിറ്റിയാണ് പറഞ്ഞത്, കോഡാക്സ് അലിമെന്ററിയസ് കമ്മീഷൻ. ഓക്കെ, കോഡാക്സ് അലിമെന്ററിയസ് കമ്മീഷൻ ഇവരാണ് ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1963 ജോയിന്റ് ബോഡി ഓഫ് FAO ആൻഡ് WHO. WHOയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ജോയിന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ്. ചെയർപേഴ്സൺ ആരാണ്? സ്റ്റീവ് വീർണർ. പിന്നെ ഹെഡ് ക്വാർട്ടർ റോം, ഇറ്റലിയാണ്. ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. ഫുഡിന് ഒരു ക്വാളിറ്റി, റോ ഫുഡ് ആയാലും അല്ലാത്ത ഫുഡ് ആയാലും എന്താണ് അതിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. ഇത് റെക്കഗ്നൈസ് ചെയ്തത് ആരാണ്? WTO ഫോർ ട്രേഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വേണ്ടി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്സ് ആർ വോളണ്ടറി, സർവിങ് ആസ് റെഫറൻസ് പോയിന്റ്സ് ഫോർ നാഷണൽ സ്റ്റാൻഡേർഡ്സ്. ആ ഒരു വോളണ്ടറി അവർ പറയുന്ന സ്റ്റാൻഡേർഡിനെ എല്ലാ കൺട്രിക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്, അല്ലാതെ അടിച്ച് ആപ്പിക്കുകയൊന്നുമില്ല. എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് വെച്ചാൽ സ്പൈസസിന് ഇതാണ് ക്വാളിറ്റി 1, ക്വാളിറ്റി 2, ക്വാളിറ്റി 3. അവർ ക്വാളിറ്റി 2-നെയാണ് ക്വാളിറ്റി 1 എന്ന് പറഞ്ഞെന്ന് വെച്ചോ. എന്നാൽ പോലും ഇന്ത്യക്ക് ആദ്യത്തെ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം, നിർബന്ധമില്ല ഇത് തന്നെ ഇവരെ മെത്തഡ് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെന്താണ്? വോളണ്ടറി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവിടെ അത്ര അറിഞ്ഞിരിക്കുക. പിന്നെ ഫെഡറൽ ബാങ്ക് ലോഞ്ചേഴ്സ് റുപേ NCMC വാലറ്റ് എന്താണ്? ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഇത് NCMC എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഒരിക്കൽ പലവട്ടം പഠിപ്പിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. NCMC എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇവര് വാലറ്റ്സ് ഉണ്ട്. വാലറ്റ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വാലറ്റിനകത്ത് നമ്മൾ പേയ്മെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ടിക്കറ്റ് പേ ചെയ്യാം, നമ്മൾ മെട്രോയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ സബർബ് ടിക്കറ്റ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പേ ചെയ്യാം ആ കാർഡിൻ്റെ ത്രൂ. അപ്പോൾ അതൊരു മൊബിലിറ്റിക്ക് വേണ്ടിയുള്ള കാർഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീച്ചർ ഫെഡറൽ ബാങ്ക് അവരെ റുപേ NCMC വാലറ്റ് ഡെബിറ്റ് കാർഡിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനേബിൾസ് ഓഫ്ലൈൻ പേയ്മെന്റ്സ് ആയിട്ട് NCMC എനേബിൾ ടെർമിനൽസ്, മെട്രോ സ്റ്റേഷൻ, ബസ്സസ്. ഓക്കെ, ടാപ്പിംഗ് ദ കാർഡ്. നമ്മൾ വെറും ടാപ്പ് ചെയ്താൽ മതി നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഫെഡറൽ ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ MD CEO ശ്യാം ശ്രീനിവാസനാണ്. ടാഗ്ലൈൻ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. ഹെഡ് ക്വാർട്ടർ ആലുവ, കൊച്ചി, കേരള. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1931. ഓക്കെ, അപ്പോൾ അത്തരം കാര്യമാണ് ഈ ന്യൂസിനെ കുറിച്ച് അറിയേണ്ടത്. ഇതിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ വാട്ട് ഡസ് NCMC സ്റ്റാൻഡ് ഫോർ ഇൻ കണ്ടെക്സ്റ്റ് ഓഫ് റുപേ NCMC വാലറ്റ് ഡെബിറ്റ് കാർഡ് ലോഞ്ച് ബൈ ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക് ലോഞ്ച് ചെയ്ത NCMC വാലറ്റ് ഡെബിറ്റ് കാർഡിൽ NCMCയുടെ ഫുൾ ഫോം എന്താണ്? NCMCയുടെ ഫുൾ ഫോം. ഓക്കെ, നമുക്ക് ഈ കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്, എല്ലാം ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് നമ്മളെ ആൻസർ നമുക്കറിയാം എന്താണ്? നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡാണെന്നുള്ളത്. അപ്പോഴത് നമ്മൾ കറക്റ്റാಗಿ മാർക്ക് ചെയ്തോളണം എക്സാമിന്. അത് ആലോചിച്ചോളൂ, മൈൻഡിൽ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്തോളണം. ഓക്കെ,
അടുത്ത് റെക് വൺ ബെസ്റ്റ് ഗ്രീൻ ബോണ്ട് കോർപ്പറേറ്റ് അവാർഡ് അറ്റ് ദ അസറ്റ് AAA അവാർഡ്സ് ഫോർ സസ്റ്റൈനബിൾ ഫൈനാൻസ് 2024. അപ്പോൾ ബേസിക്കലി റെക് എന്ന് പറയുന്ന കമ്പനി ഒരു മഹാരത്ന കമ്പനിയാണ്. മഹാരത്ന എന്ന് പറഞ്ഞാൽ കുറേ വലിയ ഒരു ലെവലിൻ്റെ ടേൺ ഓവറിൻ്റെ അപ്പുറം 3 വർഷം വരെ ആ ഒരു ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഒരു മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെ എന്താണ് പറയുന്നത്, അത് കൂടാതെ പ്ലസ് അവർക്ക് വേറെ കൺട്രീസിൽ എന്താണ് അവരുടെ സബ്സിഡറീസ് ഉണ്ട്, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്, ഗവൺമെൻറ് ബട്ട് ഓക്കെ. അങ്ങനത്തെ കമ്പനീസിന് എന്ത് ചെയ്യും, ഗവൺമെൻറ് മഹാരത്ന സ്റ്റേറ്റസ് കൊടുക്കും. മഹാരത്ന സ്റ്റേറ്റസ് കൊടുത്തുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് 5000 കോടി വരെ, മഹാരത്ന കമ്പനീസിന് 5000 കോടി വരെ അവരെ ആവശ്യത്തിന് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അതിന് വേണ്ടി ഗവൺമെൻറ് അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് 5000 crores മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബ്രാഞ്ച്, ഒരു പുതിയൊരു സബ്സിഡറി തുടങ്ങുകയാണ്, അവിടെ പോയി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം. അങ്ങനെയാണെങ്കിൽ അതിന് ഗവൺമെന്റ് അപ്രൂവലിന്റെ ആവശ്യമില്ല. 1000 കോടി രൂപ പ്രോജക്റ്റ് ആണ്, 1000 കോടി രൂപ പ്രോജക്റ്റ്, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. കാരണം 5000 കോടി വരെ അവർക്ക് ഗവൺമെന്റ് അപ്രൂവലിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഇഷ്ടത്തിന് അവരെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ അവർക്ക് അപ്രൂവ് ചെയ്ത് ഡയറക്ടറിന്റെ അപ്രൂവൽ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അതിന് ഗവൺമെന്റിന്റെ മീറ്റിംഗ് കൊണ്ട് പാസ്സായി വരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ പാസ്സായി വരുമ്പോൾ ഒരുപാട് ഡിലേ ആവും, അറിയാലോ, നമ്മളെ ഗവൺമെന്റ് പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് ആ ഫാസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൊടുത്തത്. മഹാരത്ന കമ്പനീസിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിൽ ഇപ്പോൾ അടുത്ത ചോദ്യം വരും, റെക് മഹാരത്ന കമ്പനി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിൽ ചോദ്യം വരും, ഇപ്പം നിലവിൽ എത്ര മഹാരത്ന കമ്പനീസ് ഉണ്ട്, എന്താണ് 13 കമ്പനീസ് ഉണ്ട് മഹാരത്ന. അടുത്ത ചോദ്യം വരും, നവരത്ന ഉണ്ട്. മഹാരത്നയുടെ താഴെയാണ് നവരത്ന വരുന്നത്. ഓക്കെ, അതിന് എത്ര ഉണ്ട്, 16. ഓക്കെ, അത് കഴിഞ്ഞ് വന്നത് മിനി രത്ന 1, അത് 57 ഉണ്ട്. എന്നിട്ട് മിനി രത്ന 2, ഓക്കെ, അത് 11 ഉണ്ട്. ഇത്ര നമ്പേഴ്സ് ഓർമ്മിച്ച് നോക്കിയാൽ എക്സാമിന് ചോദിക്കാം. ഓക്കെ, മഹാരത്ന എത്രയാണ്, 13, നവരത്ന 16, മിനി രത്ന 57, എന്നാൽ നമ്മൾ മിനി രത്ന സെക്കൻഡ് എത്രയാണ്, 11. ഇത്ര നമ്മൾ ഓർമ്മിച്ച് നോക്കിയാൽ ഇനി നമുക്ക് ന്യൂസിലോട്ട് വരാം തിരിച്ച്. ഓക്കെ, ഇവിടെ ബോണ്ട്, ഇവിടെ എന്തിനാണ് ഇവരെ ഈ ഒരു അവാർഡ് കൊടുക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗ്രീൻ ബോണ്ട്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ ബോണ്ടിന്റെ ഉദ്ദേശം എന്താണ്, ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ബോണ്ട്സ് എന്താണ്, ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ കടം വാങ്ങിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ്, ഗ്രീൻ പ്രൊജക്ട്സിന് വേണ്ടി. റെക്ക് കടം കൊടുക്കും. റെക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ആയിരുന്നു പണ്ടത്തെ പേര്, ഇപ്പം റെക്ക് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നോവൽ പ്രൊജക്ട് വേർ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഗ്രീൻ പ്രൊജക്ട്സ്, എന്തെങ്കിലും ഒരു ഗ്രീനറി അല്ലെങ്കിൽ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്ട് ഉണ്ട്, എൻവയൺമെന്റിനെ സസ്റ്റെയിൻ ചെയ്യാത്തൊക്കെയും എൻവയൺമെന്റിനെ ബെറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ റെക്ക് എന്ത് ചെയ്യും, അതിന് ഫണ്ടിങ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ബോണ്ട്സിന്റെ ത്രൂ റെക്ക് ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് ഈ ഫണ്ടിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളെ ചോദ്യം ഉണ്ട്. ഇത് അവർ അറൗണ്ട് ഒരു ബൾക്ക് എമൗണ്ട് അറൗണ്ട് 7,000 to 8,000 crores വലിയ അമൗണ്ട്സ് ആണ് ഈ ഒരു ഫണ്ടിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ എഫേർട്ടിനെ റെക്കഗ്നൈസ് ചെയ്താണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ്, റെക് ഓണേർഡ് ഫോർ ഇഷ്യൂയിങ് ഗ്രീൻ ബോണ്ട്സ് വർത്ത് 750 million. ഓക്കെ, 7,000 crores അല്ല, $750 million ഇൻ ഏപ്രിൽ 2023. ഏപ്രിൽ 2023 $750 million അവരെന്ത് ചെയ്തു, അമൗണ്ട് കൊടുത്തു. ഓക്കെ, ആ ബോണ്ട് ഇഷ്യൂ ചെയ്തു. അതുകൊണ്ടാണ് ഇവരെ ഇത്രയും ഇതായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് USD ഗ്രീൻ ബോണ്ട് ഇഷ്യൂവൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായത് G20 പ്രസിഡൻസിയുടെ സമയത്ത്. എന്നിട്ട് അത് തന്നെ ഇത്ര എക്സാംപ്ലറി ലെവലിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനൊരു റെക്കഗ്നിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാരത്ന സെൻട്രൽ പബ്ലിക് എന്റർപ്രൈസ് ആണ് ആര്, റെക് ലിമിറ്റഡ്. എന്നിട്ട് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് പവർ ആണ്. മിനിസ്റ്റർ ഓഫ് പവർ ഇൻചാർജ് ആരാണ്, RK സിംഗ് ആണ്. ഓക്കെ, രാജ്കുമാർ സിംഗ്, RK സിംഗ്. വേറെ ഒരു മിനിസ്ട്രിയുടെ ഇൻചാർജ് ഉണ്ട്, ആരാണ്, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രിയുടെ ഇൻചാർജ് ആരാണ്, RK സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതിന്റെ റിലേറ്റഡ് ഒരു ക്വസ്റ്റൻ കൂടെ നോക്കാം. എന്താണ് ക്വസ്റ്റൻ എന്താണ്, വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റെക് ലിമിറ്റഡ്സ് ഗ്രീൻ ബോണ്ട് ഇഷ്യൂസ് ഫോർ വിച്ച് ഇറ്റ് റിസീവ്ഡ് റെക്കഗ്നിഷൻ അറ്റ് ദ അസറ്റ് AAA അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ഫൈനാൻസ് 2024. ഇത്ര വലിയ ക്വസ്റ്റൻ കണ്ടെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രീൻ ബോണ്ട് ഇഷ്യൂവൻസ്, ഇവിടെ എന്തിനാണ് കൊടുത്തത്, ഫസ്റ്റ് ഗ്രീൻ ബോണ്ട് ഇഷ്യൂവൻസ് ഫ്രം ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ഗ്രീൻ ബോണ്ട് ഇഷ്യൂവൻസും അതും സച്ച് എ ബിഗ് എമൗണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ എന്തോ സംഭവം ചോദിച്ചു തോന്നും, പക്ഷെ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ യുനെസ്കോ അപ്പോയിന്റ്സ് ബ്രസീലിയൻ ഫുട്ബോളർ വെനിക്കസ് ജൂനിയർ ആസ് ഗുഡ് വിൽ അംബാസിഡർ ഫോർ എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ
നമ്മളെ യുനെസ്കോയുടെ ഗുഡ് എഡ്യൂക്കേഷൻ ഫോർ ഓളിന്റെ ഇനീഷ്യേറ്റീവ് അതിന്റെ ഒരു ഗുഡ് വിൽ അംബാസിഡർ ആയിട്ടാണ് വെനിക്കസ് ജൂനിയർ. ഹീസ് എ ഫുട്ബോൾ പ്ലെയർ. നമുക്ക് ചോദിക്കുക എക്സാമിന് ഹി വാസ് റീസെന്റ് അപ്പോയിന്റഡ് ആസ് എ ഗുഡ് വിൽ അംബാസിഡർ ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ ആരാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഹീസ് എ ഫുട്ബോളർ. ഓക്കെ, ഫുട്ബോളറുമാണ്. എന്നിട്ട് ആ ഒരു പുള്ളിക്കാരന് എന്താണ് എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഈക്വലി കിട്ടണം എന്നുള്ള ഒരു ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ആ പുള്ളിക്കാരനെ ഇതിന് ഗുഡ് വിൽ അംബാസിഡർ ആയിട്ട് എടുത്തുള്ളത്. കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോയിന്റ് ആരാണ് ചെയ്തത് നമ്മൾ നോക്കി. യുനെസ്കോ ആണ്. യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോ. ഓക്കെ, അപ്പോൾ പ്രസന്റേഷൻ കൊടുത്തത് ഓഡ്രെ അസോൽ, ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ. ഓക്കെ, ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ കൂടെ നമ്മളിവിടെ പഠിക്കുകയാണ്. ആരാണ്? ആൻഡ്രെ അസോലെ. ഓക്കെ, അടുത്ത് ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിയൽ മാഡ്രിഡിന്റെ പ്ലെയർ ആണ്. ബട്ട് എന്താണ്, റിയൽ മാഡ്രിഡ് മാത്രമല്ല ഒരു കൺട്രിയും കൂടെ റിപ്രസെന്റ് ചെയ്യാണ് ബ്രസീൽ. ബ്രസീലിന് വേണ്ടിയും കളിക്കും. നാഷണൽ ടീം ബ്രസീൽ നാഷണൽ ടീമാണ്. പിന്നെ ക്ലബ് എന്ന് പറഞ്ഞാൽ റിയൽ മാഡ്രിഡിന് വേണ്ടിയാണ് പ്ലേ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അറിയണം. അപ്പോൾ ഈ വേറെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിൻകസിന് ജൂനിയർ സെക്കൻഡ് ബ്രസീലിയൻ ഫുട്ബോളർ ടു ബി ദ ഗുഡ് വിൽ അംബാസിഡർ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ആദ്യം ആരാന്ന് വെച്ചാൽ പേലെ, വളരെ ലെജൻഡറി ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ പേലെ ആയിരുന്നു ആദ്യത്തെ ബ്രസീലിൽ നിന്നുള്ളത് ഇങ്ങനത്തെ ഒരു ഗുഡ് വിൽ അംബാസിഡർ. അതിനുശേഷം വന്നതാണ് വിനിസ്കസ് ജൂനിയർ എന്നുള്ളത്. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യുനെസ്കോയുടെ കാര്യം നമ്മൾ ഓൾറെഡി നോക്കി. ഡയറക്ടർ ജനറൽ ഓഡ്രെ അസോലെ ആണ്. പിന്നെ ഹെഡ് ക്വാർട്ടർ പാരീസ്, ഫ്രാൻസ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945. UN എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945 അതും അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് കെയിം ഇൻ ടു ഫോഴ്സ് എപ്പോഴാണ്? 1946. ക്ലിയർ ആണല്ലോ? സോറി. ഓക്കെ, അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. വിവേക് കുമാർ ഗുപ്ത അപ്പോയിന്റഡ് ആസ് MD ഓഫ് NHSRCL. NHSRCL എന്ന് പറഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ വിവേക് കുമാർ ഗുപ്തനാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് പുള്ളിക്കാരന് യാത് പൊസിഷനിൽ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ മുംബൈ റെയിൽ വികാസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ റെയിൽവേസ് ഓഫ് ഇന്ത്യയുടെ വിങ്ങില് മുംബൈ റെയിൽ വികാസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള ആരായിരുന്നു വെച്ചാൽ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിനു മുമ്പ് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ഇയാൾക്ക്. ഓക്കെ, MD ഓഫ് നമ്മൾ 2022 തൊട്ട് ഇപ്പം വരെ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു MD ഓഫ് NHSRCL. ഓക്കെ, അപ്പോൾ അതിന്റെ ഫുൾ ഫോം ഓർമ്മിച്ച് വെക്കുക. നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അതിന്റെ ഫുൾ ഫോം, അതറിയുക. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് NHSRCL 2016 ആസ് എ സ്പെഷ്യൽ പർപ്പസ് വെസൽ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇവരെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അവർക്ക് ഒരു ഇതുണ്ട്, ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിന് മാത്രമാണ് ഇവരെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ജോയിന്റ്ലി ഓൺഡ് ബൈ MOR. ഓക്കെ, മിനിസ്ട്രി ഓഫ് റെയിൽ, ഗവൺമെന്റ് ഓഫ് ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. ഇവർ മൂന്നുപേരാണ് ഇതിൽ ഓണേഴ്സ്. മിനിസ്ട്രി ഓഫ് റെയിൽവേ ഇൻചാർജ് ആരാണെന്ന് അറിയാലോ? അശ്വിനി വൈഷ്ണവാണ്. അശ്വിനി വൈഷ്ണവ്. ഓക്കെ, അടുത്ത ഗവൺമെന്റ് ഓഫ് ഗുജറാത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ CM നിങ്ങൾക്ക് അറിയാം ആരാണ്? CM ആരാണ്? ഭൂപേന്ദ്ര ഭായ് പട്ടേൽ. പിന്നെ ഗവർണർ ആരാണ്? നമ്മളെ ആചാര്യ ദേവ്രത്ത്. ഓക്കെ, ആചാര്യ ദേവ്രത്ത്. എന്നിട്ട് അവിടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം ഗാന്ധിനഗർ ആണ്. ഓക്കെ, അടുത്ത് മഹാരാഷ്ട്ര കാര്യം പറയുകയാണെങ്കിൽ ഉദ്ധവ് ഠാക്കറെയാണ് അവിടുത്തെ CM. പിന്നെ അവിടുത്തെ ഇതാരാണ്? നമ്മളെന്താ പറയുക, ഗവർണർ രമേശ് ബയാസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്താണ് ഇതിന്റെ? നമ്മളെ ഈ NHSRCLന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫൈനാൻസ്, കൺസ്ട്രക്ട്, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് ദ ഹൈ സ്പീഡ് കോറിഡോർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. അത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ മാനേജിംഗ് ഡയറക്ടർ ഓഫ്, നമ്മൾ ഈ ക്വസ്റ്റൻ ആണ് സിമ്പിൾ ആയിട്ടുള്ളത്. എന്താണ്? ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം എന്താണ്? വിവേക് കുമാർ ഗുപ്ത. ഓക്കെ, ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മളെ യമൻ എന്ന് പറയുന്ന കൺട്രിയിലെ ഒരു പുതിയ PM അപ്പോയിന്റ് ആയിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ആരാണ്? അഹമ്മദ് അവദ് ബിൻ മുബാറക്. ഓക്കെ, അതെന്താണ്? PM ഓഫ് യമൻ വന്നിട്ടുണ്ട്. യമൻസ് ന്യൂ PM ഡോക്ടർ അഹമ്മദ് അവദ് ബിൻ മുബാറക്. ഓക്കെ, ആരാണ് റിപ്ലേസ് ചെയ്തതെന്ന് അറിയണം? ഡോക്ടർ മൈൻ അബ്ദുൽ മലിക് സയ്യിദ്. ഓക്കെ, ഡോക്ടേഴ്സ് ആണ് അവിടെ ആണത് നിങ്ങളെ പ്രൈം മിനിസ്റ്റർ. വളരെ ഫോർവേഡ് ആയിട്ടുള്ള കൺട്രി പോലെ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ റീജിയൻ ആണ്, നേരത്തെ ഞാൻ പറഞ്ഞു ഈ റീജിയൻ ആണ് ഇപ്പം ടെൻഷൻ ഉള്ളത് അല്ലേ? നമ്മൾ ഹൗത്തീസിന്റെ അറ്റാക്സ് ഇവിടെ ഉണ്ടാണ്. സൊമാലിയരെ പൈറേറ്റ്സും എല്ലാം ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ US-ഉം വേറെ ഒരു 10 കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പ് ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച കാര്യമാണ്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ഈ റീജിയനിൽ
സേഫ് പാസേജിന് വേണ്ടിയാണ് അവർ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പൈറസിയും കാര്യങ്ങളെല്ലാം നിർത്തി, ഈ കിഡ്നാപ്പിംഗ് ഒക്കെ നിർത്തി കഴിയുമ്പോൾ സേഫ്റ്റി ആയിട്ട് ട്രേഡ് നടത്താൻ പറ്റും. അതിനുവേണ്ടിയാണ് യു എസ് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പ്രോസ്പാരിറ്റി ഗാർഡിയൻ. ഓക്കെ, അപ്പോൾ യമന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ആരാണ്? റഷീദ് മുഹമ്മദ് അൽമിൻ. പിന്നെ സന ആണ് ക്യാപിറ്റൽ, കറൻസി യമനി റിയാൽ ആണ്. ഓക്കെ, ഇത്തരം കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത് ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് യമൻ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ ആരാണ്? പ്രൈം മിനിസ്റ്റർ റിപ്ലേസിംഗ് ഡോക്ടർ മൈൻ അബ്ദുൽ മലിക് സയ്യിദ്. ഓക്കെ, ഇതിലാരാണ്? അഹമ്മദ് അവദ് ബിൻ മുബാറക് ആണ് നമ്മളെ പുതിയ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അടുത്ത് ഇതൊരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. IIT മദ്രാസ് പാർട്ട്നേഴ്സ് വിത്ത് MIL എന്ന് പറഞ്ഞാൽ മ്യൂട്ടിനേഷൻ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഫോർ ഇന്ത്യസ് ഫസ്റ്റ് 155mm സ്മാർട്ട് അമ്യൂണേഷൻ. ഓക്കെ, സ്മാർട്ട് അമ്യൂണേഷൻ ആണ്. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം. ഈ ഇമേജിൽ കിടക്കുന്ന ഈ സാധനമാണ് അവിടെ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ആർട്ടിലറി ഗണ്ണിൽ യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിലും ഇന്ന് നല്ല റേഞ്ച് ഉണ്ട്. എത്രയാണ്? 8 കിലോമീറ്റർ മിനിമം റേഞ്ച് ആണ്, 38 കിലോമീറ്റർ മാക്സിമം റേഞ്ച് ആണ്. ഓക്കെ, അത് കൂടാതെ സാധാരണ ഇതൊന്നുമല്ല, ഇതെന്താണ്? ഗൈഡഡ് ഷെല്ലാണ്. ഇതിന് ടാർഗറ്റ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 10 മീറ്ററിന്റെ റേഞ്ചിൽ അത് അറ്റാക്ക് ചെയ്യും. ഓക്കെ, 10 മീറ്ററിന്റെ റേഞ്ചിൽ അത്രയ്ക്കും ഇതാണ്. പിന്നെ ഇതിനിപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഡിസ്ട്രക്ഷൻ കപ്പാബിലിറ്റീസ് ചെക്ക് ചെയ്യാനും അതിന്റെ ഡിസ്ട്രക്ഷൻ കപ്പാബിലിറ്റീസ് നല്ലതായിട്ട് നോക്കാം. ഇത് യൂട്ടിലൈസ് ചെയ്യണത്, ഗൈഡൻസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണത് എന്താണ്? നാവിക്കിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റലേഷൻ സാറ്റലൈറ്റ്സിന്റെ. ഓക്കെ, അതിൽ നാവിക്കിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, MIL. ഓക്കെ, അതിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? രവികാന്ത് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഹെഡ് ക്വാർട്ടർ പൂനെ, മഹാരാഷ്ട്ര. എസ്റ്റാബ്ലിഷ് ചെയ്ത് 2021. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് ഫിൻ സ്റ്റെബിലൈസ്ഡ് ആണ്. ഈ ഫിൻസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ അതിനെ ഇങ്ങനെ മാനുവർ ചെയ്യാതെ കറക്റ്റ് പ്രോപ്പർലി പോകാൻ ഹെൽപ്പ് ചെയ്യണത്. ഫിൻ സ്റ്റെബിലൈസ്ഡ് ആണ്. കനാർഡ് കൺട്രോൾഡ് ആൻഡ് ഗൈഡഡ് ഷെല്ലാണിത്. ഓക്കെ, അത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത അഗൈൻ ഡിഫൻസ് അല്ല, നമ്മൾ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടാണ്. കുഫോസ് ആൻഡ് ISRO പാർട്ട്നേഴ്സ് ഫോർ നിസാർസ് ഫേസ് 2 റിസർച്ച് പ്രോഗ്രാം. നിസാർ ആദ്യം മനസ്സിലാക്കണം, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ഓക്കെ, നോർമൽ റഡാർസ് ഉണ്ട്, അപ്പർച്ചർ റഡാർസ്. അല്ലെങ്കിൽ സിന്തറ്റിക് അപ്പർച്ചർ റഡാർസ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ബെറ്റർ ആണ്. ആ നോർമൽ റഡാർസ് യൂസ് ചെയ്യുന്നത് മിറേഴ്സിന്റെ ടെക്നോളജിയാണ്. സിന്തറ്റിക് അപ്പർച്ചർ റഡാറിൽ മെർക്കുറിയുടെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിയിൽ ഒരു നല്ല വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല, ഇത് ഫസ്റ്റ് ടൈം. ഇതിൽ വേറെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലൗഡഡ് ആയിരുന്നാൽ പോലും നമുക്ക് നല്ല വിഷ്വൽ ഇത് കിട്ടും. എന്ന് വെച്ചാൽ കാരണം ഇത് സൗണ്ട് ടെക്നോളജിയുടെ യൂസ് ചെയ്താണ് ഇവർ മാപ്പിംഗ് ചെയ്യണത്. ഓക്കെ, അർത്ഥത്തിൽ ഇപ്പോൾ ഒരു ടെറൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ടെറൈൻ ഉണ്ടെങ്കിൽ ഇവർ സൗണ്ട് വേവ്സിനെ ഇങ്ങനെ ഹിറ്റ് ചെയ്ത് ഇതിന്റെ റിഫ്ലക്ഷനെ ഈ ആന്റിന വെച്ച് ക്യാച്ച് ചെയ്യും. അപ്പോൾ അത് വേസിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു ടോപ്പോഗ്രാഫി ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നിസാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഫേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സെക്കൻഡ് ഫേസ് അവർ നടത്താൻ പോവുകയാണ്. ഓക്കെ, കൊണ്ടുപോവുകയാണ്. ഇതിൽ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് റഡാർ അപ്പർച്ചർ റഡാർ സിസ്റ്റമാണ്, സാറ്റലൈറ്റ് ആണ്. കാരണം ഇതിന്റെ കോസ്റ്റ് എത്ര പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി $1.5 ബില്യൺ ആണ്. ബില്യൺ ഡോളേഴ്സിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. $1.5 ബില്യൺ. അതുകൊണ്ട് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ്. ഇന്ത്യയും US കൂടെ ചേർന്ന് ചെയ്തതാണ്. ഇത് നമ്മൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, എനിക്ക് തോന്നുന്നു 2021 ലോഞ്ച് ചെയ്തതെന്നാണ് തോന്നുന്നത് ഫസ്റ്റ് ഫേസ്. ഇത് ഇനി സെക്കൻഡ് ഫേസ് ഈ വർഷം ലോഞ്ച് ചെയ്യും. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ലോഞ്ച് ചെയ്യും. നമ്മൾ മാർച്ച് ഏപ്രിലിനകത്ത് ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നിസാറിന്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റിലാണ്, അത് ഒബ്സർവേറ്ററി ആണ്. പിന്നെ ജോയിന്റ്ലി ആരാണ്? ISRO നാസയാണ്. ഓക്കെ, റെവല്യൂഷനൈസ് എർത്ത് ഒബ്സർവേഷൻ ത്രൂ സ്പേസ് ബോൺ റഡാർ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈപ്പ് ഓഫ് ഡ്രോൺ ആണ് ഇത്. DRDO സക്സസ്ഫുള്ളി കണ്ടക്ട്സ് 4 ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് അഭ്യാസ്. ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് ഡ്രോൺ ആണ്. ഇത് ഇങ്ങനത്തെ ഒരു ലോഞ്ച് പാഡിൽ നിന്ന് ലോഞ്ച് ചെയ്യും. ഓക്കെ, ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റോക്കറ്റ് ബൂസ്റ്റ് ചെയ്ത് അങ്ങ് പോകും, ക്യാരി ഫോർവേഡ് ചെയ്യും. ഇതിൽ പിന്നെ enhanced precision of 155 shell to achieve a CEP of 10 meters, improve lethality upon impact. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പറഞ്ഞാൽ ഇതിലൊരു വെപ്പൺസും ഉണ്ട്, അതിന്റെ ലീഥാലിറ്റി കൂട്ടാനും അതിന്റെ പ്രിസിഷൻ 10 മീറ്ററിന്റെ റേഞ്ചിൽ അത് അറ്റാക്ക് ചെയ്ത് വീഴണം. നേരത്തെ പറഞ്ഞതിന്റെ അതേ ഒരു കോൺസെപ്റ്റിലാണ്. പക്ഷേ ഇതൊരു ഡ്രോൺ ടൈപ്പ് വെപ്പൺ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കോൺഫിഗറേഷൻ റിവൈസ്ഡ് റോബസ്റ്റ് കോൺഫിഗറേഷൻ വിത്ത് സിംഗിൾ ബൂസ്റ്റർ. ഒറ്റ ബൂസ്റ്ററാണ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ഈ ഒരു ബൂസ്റ്റർ ഇവിടെ കൂടെ ബൂസ്റ്റ് ചെയ്യും. ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ അങ്ങ് പോകും. അങ്ങനെയാണ് അത്
സിംഗിൾ ബൂസ്റ്റർ ആണ് സിസ്റ്റം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തതാണ് DRDOയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ADE. DRDOയുടെ ഒരു വിങ് ആണ് എന്താണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ADE. അവരാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഡിസൈൻ ചെയ്തത് ഫോർ ഓട്ടോണമസ് ഫ്ലൈയിങ് യൂസിങ് ഇൻഡിജിനിയസ് ഓട്ടോ പൈലറ്റ് ഫ്രം ADE. ഓക്കെ, ഇൻ എ സെൻസ് ഇറ്റ് ഇസ് എ ഡ്രോൺ. ഓക്കെ, അപ്പോൾ ഈ സംഭവം കണ്ടക്ട് എവിടെയാണ് ചെയ്തതെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ITR ചാന്ദിപ്പൂർ എവിടെയാണ്? ഒഡീസയിലാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒഡീസയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കിപ്പം അറിഞ്ഞിരിക്കണം ഒഡീസയുടെ ക്യാപിറ്റൽ എന്താണ്? ഭുവനേശ്വർ ആണ്. അവിടുത്തെ CM ആരാണ്? നവീൻ പട്നായക് ആണ്. പിന്നെ അവിടുത്തെ ഗവർണർ രഘുബർ ദാസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഒഡീസയുടെ കാര്യം. നമ്മളിപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും നോക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിന്റെ ബേസ്ഡ് ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വിച്ച് DRDO എസ്റ്റാബ്ലിഷ്മെന്റ് ഡെവലപ്പ് ദ ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് അഭ്യാസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം എന്താണ്? എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ കമന്റ് ചെയ്ത് പറ. ഞാൻ ഇനിയിപ്പം പറയണില്ല, കമന്റ് ചെയ്ത് പറ, നോക്കാം. അടുത്ത് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ്. നമ്മളെ അഭിനവ് ബിന്ദ്രയെ കുറിച്ചാണ്. അഭിനവ് ബിന്ദ്ര നിങ്ങൾക്ക് അറിയാം ആരാണെന്ന്. അഭിനവ് ബിന്ദ്ര ആണ് ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കൊണ്ടുവന്ന ഒരു വ്യക്തി. അപ്പോൾ പുള്ളിക്കാരൻ ന്യൂസിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്ര സെലക്ടഡ് ആസ് ടോർച്ച് ബിയറർ ഫോർ പാരീസ് 2024 ഒളിമ്പിക്സ്. പാരീസിൽ സ്റ്റാർട്ട് ആകാൻ പോണ ഒളിമ്പിക്സ് എന്താണ് 2024 അതിൽ ടോർച്ച് ബിയറർ ആയിട്ട് പോകാൻ പോണത്, ഇന്ത്യയുടെ സൈഡിൽ നിന്ന് റിപ്രസെന്റ് ചെയ്യാൻ പോണത് ആരാണ്? അഭിനവ് ബിന്ദ്ര. അതൊരു വലിയൊരു ഇതാണ് അല്ലേ, അതൊരു വലിയ എന്തൊരു റെക്കഗ്നീഷൻ ആണ്. അപ്പോൾ ഇത് ഫോമർ ഷൂട്ടർ ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. 2008 ജയിച്ചത്. സെലക്ടഡ് ആസ് ടോർച്ച് ബിയറർ 2024 ഒളിമ്പിക് റിലേ, ടോർച്ച് റിലേ. അപ്പോൾ ഈ ടോർച്ച് റിലേ നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. മോർ ദാൻ 10,000 ആൾക്കാർ, 11,000 ഐ ഗെസ് ആൾക്കാരുണ്ട് ഈ ടോർച്ച് ബിയർ ചെയ്യണത്. അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ 1000 എന്തോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒറ്റ ദിവസത്തെ ഇവന്റ് അല്ല, ഇത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന്, ദാറ്റ് ഈസ് 16th April 2024 സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് ഒളിമ്പിയ സാങ്ച്വറി ഗ്രീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ 68 ഡേയ്സിന്റെ ജേർണി കംപ്ലീറ്റ് ചെയ്ത് ഫ്രഞ്ചിന്റെ 65 ടെറിട്ടറീസ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അത് പാരീസിൽ വന്ന് സെറമണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് 26th July. ഓക്കെ, ഇത് റിലേ ആണ്. റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ കുറച്ച് ദൂരോടും അതിനെ കരിയും അടുത്ത ആക്ക് കൊടുക്കും, അങ്ങനെ കൊടുത്തിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അഭിനവ് ബിന്ദ്ര ഇപ്പം നിലവിൽ എന്ത് റോള് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹീസ് എ മെമ്പർ ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കൗൺസിൽ അത്ലീറ്റ് കമ്മീഷൻ. ഓക്കെ, അത് എപ്പോഴാണ്? ജൂൺ 2023 തൊട്ട് ഈ കമ്മിറ്റിയുടെ ഇതാണ് കമ്മീഷൻ എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അത്ലറ്റിക് കമ്മീഷന്റെ മെമ്പറാണ്. ഓക്കെ, അത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത് അപ്പോയിന്റ്മെന്റ്സ് അടുത്ത് നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റിൽ എത്തിയിട്ടുണ്ട്. റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ ബാങ്കിങ് സെക്ടർ ആൻഡ് ഇൻഷുറൻസ്. നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആൻഡ് ഓഫ് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആരാണ്? HR ഖാൻ റിപ്ലേസ് ചെയ്തത് രാജ് വർമ്മ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ബാങ്ക് ഓഫ് ബറോഡ സഞ്ജയ് വിനായക് മുഡലിയാർ. പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആരാണ്? ജോയ്ദീപ് ദത്ത റോയ്. ഓക്കെ, പിന്നെ MD ആൻഡ് CEO ഓഫ് DCB ബാങ്ക് അതാരാണ്? പ്രവീൺ അച്യുതൻ കുട്ടി. റിപ്ലേസ് ആരാണ് ചെയ്തത്? മുരളി നടരാജന് ഫ്രം 29/4/2024 തൊട്ട്. ഓക്കെ, പിന്നെ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആരാണ്? മൈക്കൽ പത്ര. ഒരു വർഷത്തെ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഹീസ് എ ഡെപ്യൂട്ടി ഡയറക്ടർ ബട്ട് ഹി ഹാസ് ബീൻ എക്സ്പെൻഡഡ് ഗിവൻ ആൻ എക്സ്റ്റൻഷൻ ഓഫ് 1 year. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീസെന്റ് MOU ആൻഡ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ സൈൻ ചെയ്ത പുതിയ MOUs നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള IREDA ആൻഡ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഹാസ് ഇമ്പാക്ട് ടു കോ ഫൈനാൻസ് റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ്. ഓക്കെ, അടുത്ത റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി സയൻസ് പാക്ട് വിത്ത് SBI ടു ഫെസിലിറ്റേറ്റ് ലോൺസ് ഫോർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. REC ലിമിറ്റഡ് നമ്മൾ നേരത്തെ നോക്കിയ REC ലിമിറ്റഡ് ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ ജോയിൻ ഹാൻഡ്സ് ഫോർ ഫൈനാൻസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക് പ്രോജക്ട്. ഓക്കെ, അടുത്ത് നബാർഡ് ആൻഡ് ADB ജോയിന്റ്ലി ലോഞ്ചസ് ക്ലൈമറ്റ് ആക്ഷൻ ഇനിഷ്യേറ്റീവ് ഇൻ ഇന്ത്യ വിത്ത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ്. SBI സയൻസ് എന്താണ് 165 million LOC. ഓക്കെ, വിത്ത് വേൾഡ് ബാങ്ക് ഫോർ റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്ടിന് വേണ്ടിയാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പറയുമ്പോൾ റീസെന്റ് ആയിട്ടുള്ള എക്സസൈസസ്, മിലിറ്ററി എക്സസൈസസ് ആണ്. എന്താണ്? ഫസ്റ്റ് എഡിഷൻ ഓഫ് മിലിറ്ററി എക്സസൈസ് സാദാ തൻസിക് ആരടക്കെയാണ്? ഇന്ത്യയും സൗദി അറേബ്യയും രാജസ്ഥാനിൽ വെച്ച് നടന്നതാണ്. ഡെസേർട്ട് നൈറ്റ്സ് എക്സസൈസ് ആരടക്കെയാണ് ഉണ്ടായത്? ഇന്ത്യ, ഫ്രാൻസ്, UAE ഇടയ്ക്കാണ്. ഓക്കെ, അതെവിടെ വെച്ചാണ്? അറേബ്യൻ സീയിൽ വെച്ചാണ് നടന്നത്. പിന്നെ 11th എഡിഷൻ ഓഫ് ഖഞ്ചർ എക്സസൈസ് ആരടക്ക്? ഇന്ത്യയും കിർഗിസ്ഥാന്റെ ഇടയ്ക്കാണ് ഉണ്ടായത്. അത് ബക്ലോ ഹിമാചൽ പ്രദേശിൽ. പിന്നെ സെക്കൻഡ് എഡിഷൻ ഓഫ് സൈക്ലോൺ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഈജിപ്റ്റ് എവിടെയാണ്? അൻസാസ് ഈജിപ്തിൽ. പിന്നെ ഫസ്റ്റ് എഡിഷൻ ഓഫ് നേവി എക്സസൈസ് അയുത്യ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലാൻഡ് ആണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റീസെന്റ് ആയിട്ടുള്ള എക്സസൈസസ് ആണ്. അടുത്തത് റീസെന്റ് ബുക്ക്, നമ്മൾ കുറച്ച് ബുക്ക് ഇന്ന് നോക്കിയായിരുന്നു. അതിന്റെ കൂടാതെ എക്സ്ട്രാ എന്താണ്? ഏക് സമന്ദർ മേരെ അന്തർ സഞ്ജീവ് ജോഷിയാണ്. പ്രണവ് മൈ ഫാദർ ഷർമിസ്ത മുഖർജി. പിന്നെ കുക്കിംഗ് ബുക്സ് രാംചന്ദ്ര ഗുഹ,
കൺവേഴ്സേഷൻ വിത്ത് ഔറംഗസേബ് ചാരു നിവേദിത. ട്രാൻസ്ലേറ്റ് ആരാണ് ചെയ്തത്? നന്ദിനി കൃഷ്ണ. ആസാം ബ്രേവ് ഹാർട്ട് ലച്ചിത് ബോർപാഖാൻ ആരാണ്? അറൂപ് കുമാർ ദത്ത. ലോഞ്ച് ചെയ്തത് അമിത് ഷാ ആണ്. ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആണ് എഴുതിയത്. ലോഞ്ച് ചെയ്തത് വൈസ് പ്രസിഡന്റ് ആയ ജഗ്ദീപ് ധങ്കർ. ഓക്കെ, അടുത്ത് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഓക്കെ, ഇന്നത്തെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ഇവന്റ്സ്, റീസെൻ്റ് ആയിട്ട് നടന്ന ബുക്സും കാര്യങ്ങളൊക്കെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പഠിക്കുക. ഓക്കെ, എന്നിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഓക്കെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം ഫീൽ ചെയ്യും യു നീഡ് ടു ഫോളോ ദിസ് ഇനിഷ്യേറ്റീവ് റെഗുലർലി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഒരു നിർബന്ധമില്ല. ഐ എം നോട്ട് ഫോഴ്സിങ് യു ടു ഡു ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം വരുമ്പോൾ, നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് വീഡിയോസ് റെഗുലറായിട്ട് കണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും യു ഷുഡ് അവെയിൽ ദ ബെനിഫിറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ യു. നിങ്ങൾക്ക് എക്സാമിന് ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഫോം ആവും. സോ റെഗുലർ ബേസിസിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അതിനുവേണ്ടി അലൈൻഡ് ആവും. ഓക്കെ, സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇറ്റ് വിൽ ഹെൽപ്പ് us know ദാറ്റ് നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഈ പ്രസന്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, യു ആർ ആർ സ്റ്റുഡൻസ് ആൻഡ് വി ഓൾവേസ് അപ്രീഷിയേറ്റ് യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് താഴെ നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് പിന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. എന്താണ്, നമ്മൾ വൊക്കാബിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നുണ്ട്, പിന്നെ പസിൽസിനെ കുറിച്ചുണ്ട്. എന്നിട്ട് അങ്ങനത്തെ കുറേ ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചറിൽ പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.